പത്തനംതിട്ട കൂടലിൽ നവദമ്പതികളടക്കം 4 പേർ മരിച്ച അപകടത്തിൽ റിപ്പോർട്ട് തേടി. സർക്കാർ നാളെ റിപ്പോർട്ട് കൈമാറണമെന്ന് ഹൈക്കോടതി അറിയിച്ചിരിക്കുകയാണ്. ബിനിൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ. ബിനിൽ നാടാകെ നടുങ്ങിപ്പോയിട്ടുള്ള സംഭവമാണ്. അതിന് പിന്നാലെയാണ് റോഡുമായി ബന്ധപ്പെട്ട് കുറെ വിമർശനങ്ങൾ ഈ വിഷയവുമായി ഉയർന്നു വരികയും ചെയ്തത്. കോടതി ഇടപെടൽ എങ്ങനെയാണ്? കൂടൽ അപകടത്തിന്റെ വിശദാംശങ്ങളാണ് ഹൈക്കോടതി തേടിയിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. നാളെ ഈ കേസ് വീണ്ടും കോടതി പരിഗണിക്കും. ശബരിമല കേസുകൾ പരിഗണിക്കുന്നതിന്റെ കൂട്ടത്തിലാണ് ഈ കൂടൽ അപകടത്തിലേക്ക് ഹൈക്കോടതി കടന്നത്. കാരണം ശബരിമല തീർത്ഥാടകരുടെ മിനി ബസ്സിൽ ഇടിച്ചാണ് ആ അപകടം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ശബരിമല പാതയിൽ അപകടരഹിതമായ കാര്യങ്ങൾ മുന്നോട്ട് പോകണം, അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഈ കൂടൽ അപകടത്തെ ഗൗരവത്തോടുകൂടി കാണുകയും എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് വിശദീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. നാളെ സർക്കാർ ഇതിൽ വിശദമായ റിപ്പോർട്ട്, എന്തുകൊണ്ട് ഈ അപകടമുണ്ടായി, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യം ഹൈക്കോടതിയിൽ വിശദീകരിക്കുകയും ചെയ്യും. ബിനിൽ, മറ്റ് അപകടങ്ങൾ കൂടി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ എത്ര ജീവനുകളാണ് റോഡിൽ പൊലിഞ്ഞത്? അതെന്തെങ്കിലും കൂടി കോടതി പരാമർശിക്കുകയുണ്ടായോ? അതുകൂടി കോടതി കണക്കിലെടുക്കുന്നുണ്ടോ ഇപ്പോഴത്തെ സംസ്ഥാനത്തെ ഉടനീളമുള്ള ഈ അപകടങ്ങൾ? സംസ്ഥാനത്ത് നേരത്തെ ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ, അതായത് പാലക്കാട് ഉണ്ടായിട്ടുള്ള അപകടം, അതടക്കം നേരത്തെ ഹൈക്കോടതി ആ സംഭവങ്ങളിൽ നടുക്കം രേഖപ്പെടുത്തുകയും എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ ചോദിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ശബരിമല കേസുകൾ പരിഗണിക്കുന്ന കൂട്ടത്തിൽ ഈ ശബരിമല പാതയിലാണല്ലോ ഈ അപകടം സംഭവിച്ചത്. അതുകൊണ്ടാണ് ഹൈക്കോടതി പ്രത്യേകമായി ആ വിഷയത്തിലേക്ക് കടക്കുകയും ഈ കൂടൽ സംഭവം എങ്ങനെ ഉണ്ടായി, അതിൻ്റെ കാര്യകാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൽ ഈ ശബരിമല തീർത്ഥാടകർക്കേറ്റ പരിക്ക് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും മറ്റ് കാര്യങ്ങളെ കൂടി കോടതി നേരത്തെ ഗൗരവത്തോടുകൂടി തന്നെ കണ്ടിരുന്നു. കാരണം സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു അപകട പരമ്പര തന്നെ നടക്കുകയാണ്. സംസ്ഥാനത്തെ പാതയോരങ്ങളിൽ ഒരുപാട് ജീവനുകൾ പൊലിയുകയാണ്. അതിനെല്ലാം തന്നെ ഗൗരവത്തോടുകൂടി തന്നെ കണ്ടുകൊണ്ടുള്ളൊരു നടപടികളാണ് ഇപ്പോൾ കോടതികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം 4 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു.